പ്രിയ ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, കർത്താവ് വിശ്വാസികളുടെ സമൂഹമേ, ഈ ഒരു പരിശുദ്ധമായ വേദിയിൽ സംബന്ധിക്കുവാൻ ഒരിക്കൽ കൂടി നമുക്ക് അവസരം തന്ന ദൈവത്തിൻ്റെ തിരുമുമ്പാകെ തലകളെ ഉണക്കിക്കൊണ്ട് ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഏതൊക്കെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് പരിശുദ്ധ ശ്ലീബാ പെരുന്നാളിന് ശേഷം 4-ാം ഞായറാഴ്ചയിലേക്കാണ് സഭ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് വായിച്ചു കേട്ട ഏവൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള ഭാഗങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള ഭാഗങ്ങൾ. യേശുതമ്പുരാന്റെ സംവാദങ്ങളും സാക്ഷ്യങ്ങളും ഉപമകളും ഒക്കെ ചേർന്ന് വന്നിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ വായിച്ചപ്പോൾ കേട്ടു, 2 പേർ യേശുതമ്പുരാന്റെ അടുക്കലേക്ക് വരുന്നു. അവർ വസ്തു ഭാഗം ചെയ്യുന്ന ഒരു പ്രയാസവുമായി ഒരു വിഷയത്തെ പറ്റി അവനോട് സംസാരിക്കാൻ വേണ്ടിയാണ് അവർ കടന്നു വരുന്നത്. യേശു അതിന് ഉത്തരം നൽകിയിട്ട് ഒരു ഉപമ കൂടെ ഉൾപ്പെടുത്തി അതിനെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. തങ്ങളുടെ ഭൗതിക സ്വത്തുക്കളെ ഭാഗം വെക്കുന്നതിനും അതിനെ തുടർന്ന് തർക്കങ്ങൾക്കും സാക്ഷ്യം നൽകുവാനാണ് യേശു അവരോട് ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ സാധാരണമായി കണ്ടുവരുന്ന വസ്തു വിൽപ്പനകളും വസ്തുവിൻ്റെ തർക്കങ്ങളുമെല്ലാം അന്നത്തെ കാലം മുതലേ ഉള്ളതായിരുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഇത്. സ്വാഭാവികമായും യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് അവർ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം യേശുതമ്പുരാന്റെ പരസ്യ പ്രവർത്തനങ്ങളിൽ അവൻ ചെയ്ത അത്ഭുതങ്ങളിലും അവൻ ചെയ്ത് കാണിച്ചു കൊടുത്ത ഓരോ പ്രവർത്തനങ്ങളിലും അവർ ആയതുകൊണ്ടാവാം യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് ഈ ഒരു വിഷയത്തെ സംസാരിക്കുവാൻ തക്കവണ്ണം അവർ എത്തിച്ചേർന്നത്. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും അവിടെയെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത് അന്നത്തെ കാലത്തെ നാട്ടുരാജാക്കന്മാരും റാവികളുമായിരുന്നു. അപ്രകാരം അവരുടെയൊക്കെ അടുക്കൽ പോകാതെ യേശുതമ്പുരാന്റെ അടുക്കലേക്ക് വന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ കടന്നു വന്ന 2 ആളുകൾ. അവന്റെ ഉപദേശത്തിൽ ആകൃഷ്ടരായിട്ടായിരിക്കാം അവർ കടന്നു വന്നത്. എന്നാൽ തൻ്റെ കർത്തവ്യം മറ്റൊന്നാണ് എന്ന് യേശു പറഞ്ഞ് അവരെ ഉപമയിൽ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ആത്മീകമാണ്, എൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്, ധാർമ്മികമായ പഠിപ്പിക്കലുകളാണ് എൻ്റെ ഉത്തരവാദിത്തമെന്ന് യേശുതമ്പുരാൻ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. ഞാൻ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ വീട് പണിയുവാനായിട്ടോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വസ്തുക്കളെ ഭാഗം വെച്ച് നൽകുന്നതിന് പരിഹാരം കാണുവാനായിട്ടോ അല്ല, മറിച്ച് സ്വർഗരാജ്യത്തിൽ കെട്ടുറപ്പുള്ള വീടിന് സമ്പാദ്യങ്ങൾക്ക് അർഹരാക്കി തീർക്കുവാനുള്ള വഴി കാണിച്ചു തരുവാനായിട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് എന്നെ അയച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ പഠിപ്പിക്കലാണ് ഈ വേദഭാഗം നമ്മളോട് ഉദ്ഘോഷിക്കുന്നത്. ഇവിടെ നമുക്ക് ഭൗതിക ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലെ അഭയസ്ഥാനമായി മാത്രം നമ്മുടെ ക്രിസ്തുബന്ധം മാറുന്നതിനെ ഈ സുവിശേഷ ഭാഗം വിമർശിക്കുന്നുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ, ഈ കാലത്തിൽ ക്രിസ്തു യേശുവിന്റെ സുവിശേഷം യഥാർത്ഥ ധാർമ്മിക തലങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ചില ആഴമായ ബോധ്യപ്പെടുത്തലുകൾ, അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് ഈ സുവിശേഷം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ സുവിശേഷത്തിന്റെ പാപങ്ങളെക്കുറിച്ചുള്ള നിർവചനത്തിന്റെ പ്രധാന തലമാണ് ജീവിതത്തിന് ആവശ്യമുള്ളത് കയ്യിലിരിക്കെ വീണ്ടും എണ്ണം വർദ്ധിപ്പിച്ച് അതിനെ കൂട്ടിവെക്കുവാനായിട്ട് ഇവിടെ ധനവാൻ വ്യഗ്രത കാണിക്കുന്നത്. ക്വാളിറ്റേറ്റീവ്ലി മോർ, നമുക്കുള്ളതിനേക്കാട്ടിലും കൂടുതലായി, നമുക്ക് ഉള്ളതിനേക്കാട്ടിലും നമുക്കുള്ളത് പോരാ, ഇനിയും അതിനെ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അമിതമായ ഇച്ഛയും ആശയും ഒക്കെ ദൈവതമ്പുരാന്റെ മുമ്പിൽ അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണിത്. ആവശ്യമുള്ളതൊക്കെ കയ്യിലിരിക്കുമ്പോഴും വീണ്ടും അതിനെ വർദ്ധിപ്പിച്ച് എൻ്റെ കയ്യിൽ ഒതുക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഒരു വ്യഗ്രതയുണ്ട്. അത് മാനുഷികമാണ്. പക്ഷെ ദൈവികമായി അതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കുള്ളതിനെ കൂടി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് കിട്ടുന്ന ഒരു മാനസിക ധൈര്യമാണ് ദൈവതമ്പുരാന്റെ മുമ്പിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വിശുദ്ധ ആരാധനയിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ട ഒരു പ്രധാന കാര്യം. ഈ ഒരു ശക്തി കൈവരുവാൻ തക്കവണ്ണം
നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഓരോ ദിനചര്യകളും രൂപാന്തരപ്പെടുത്തേണ്ടത് വളരെ ആവശ്യവുമാണ്. ആത്മീക നിക്ഷേപങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ബോധ്യമുള്ളവരായി ദൈവിക നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ലോകത്തിൻ്റേത് ഒരു സമയം കഴിഞ്ഞാൽ നമ്മിൽ നിന്നും വേർപെട്ട് മാറ്റപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുമ്പോൾ ഈ പരിശുദ്ധ ഏവൻഗേലിയോന്റെ സന്ദേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. ഈ സത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ ആർക്കും മനസ്സിലാകുന്ന ഒരു ഉപമ പറഞ്ഞിട്ടാണ് യേശു തമ്പുരാൻ സംസാരിക്കുന്നത്. നാളേക്ക് വേണ്ടി സമ്പാദിച്ച് ജീവനത്തിന്റെ സുഖത്തിന്റെ ആസ്വാദനത്തിൽ പെട്ടുപോകുന്നവരുടെ ഹൃദയത്തിലൊരു ആഴമായ വേദനയാണ് ഈ ചോദ്യം. മൂഢ, ഈ രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ തിരികെ ചോദിച്ചാൽ പിന്നെ നീ കരുതി വച്ചിരിക്കുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ്? ദൈവിക കാര്യത്തിൽ സമ്പന്നരാകാതെ തങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപങ്ങളെ സ്വരക്കൂട്ടി വെക്കുന്ന ഓരോരുത്തരോടുമുള്ള യേശുദമ്പുരാന്റെ ചോദ്യമാണിത്. മൂഢ, ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ തിരികെ ചോദിച്ചാൽ നീ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും, പണമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നീ കരുതി വെച്ചിട്ടുള്ള, നിനക്ക് മൂല്യമുള്ളതെന്ന് നിനക്ക് തോന്നുന്നത് എന്തും, അത് ഈ ലോകത്തിൽ ശേഷിപ്പിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് തിരിച്ചു പോകുവാനായിട്ട് കടമയുണ്ട് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. കൂട്ടിവെക്കുന്നതൊന്നും കൂട്ടിക്കൊണ്ടുപോരില്ല എന്ന അടിസ്ഥാനപരമായ ജീവിത സത്യം പലപ്പോഴും നാം മറന്നു പോകുന്നുണ്ട്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞു തരുന്നത് പോലെ ഒഴിഞ്ഞ കൈകളുമായി ഈ ലോകത്തിൽ നിന്നും യാത്രയാകുവാനുള്ളവരാണ് നാം ഓരോരുത്തരും. സ്വർഗത്തിൽ നമുക്ക് എന്താണ് നിക്ഷേപമെന്ന് നാം ചിന്തിച്ചു നോക്കി ആ നിക്ഷേപങ്ങളിൽ നമുക്ക് ബാലൻസ് കൂട്ടിവെക്കുവാനായിട്ട് നാം ശ്രമിക്കേണ്ടത്. ആ ഒരു നിക്ഷേപത്തിൽ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും, നമ്മുടെ എല്ലാ ജീവിത പ്രയാസങ്ങളും, അവയെല്ലാം തരണം ചെയ്ത് അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കുള്ള എല്ലാത്തിനെയും സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കിട്ടേണ്ട ആർജവത്വവും നമുക്ക് കിട്ടേണ്ട എല്ലാവിധമായ ശക്തിയുമാണ് ഈ വിശുദ്ധ ആരാധനയിൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നാം ആർജിച്ചെടുക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതും അപേക്ഷിക്കേണ്ടതും അതുതന്നെയാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിൽ എല്ലാവരിലും പകരണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്നുണ്ടാവുകയും സ്വർഗീയ നിക്ഷേപങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ആ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളമായി ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.